മറ്റൊരു പേരിൽ വ്യാജ ചെക്ക് മാറാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ലിജിക്ക് പ്രശ്നം തന്റെ വ്യാജരേഖയല്ല, മറിച്ച് തന്റെ ലുക്കാണെന്ന് മനസ്സിലായി. പൈലറ്റുമാരെ രാജാക്കന്മാരെ പോലെ പരിഗണിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എയർലൈൻ മാനേജർമാരെ ഇന്റർവ്യൂ ചെയ്യാനെന്ന വ്യാജേന ഒരു മാധ്യമപ്രവർത്തകനായി വേഷം മാറി അയാൾ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തു. തുടർന്ന് ഒരു വസ്ത്രനിർമ്മാണശാലയെ പറ്റിച്ച് തനിക്കായി ഒരു പൈലറ്റ് യൂണിഫോം സംഘടിപ്പിച്ചു. ആ ആഡംബര വസ്ത്രം ധരിച്ചെത്തിയ ലിജിയെ ബാങ്ക് മാനേജർമാർ സല്യൂട്ട് ചെയ്യുകയും അയാൾ നൽകിയ വ്യാജ ചെക്കുകൾ എളുപ്പത്തിൽ മാറി നൽകുകയും ചെയ്തു. കൂടുതൽ ലാഭം ലക്ഷ്യമിട്ട് അയാൾ 5 സ്റ്റാർ ഹോട്ടലുകളെ ലക്ഷ്യം വെച്ചു. അവിടെ വെച്ച് വ്യക്തിഗത ചെക്കുകളേക്കാൾ എയർലൈൻ ക്രെഡിറ്റ് കാർഡുകൾക്കാണ് കൂടുതൽ പരിധിയുള്ളതെന്ന് അയാൾ മനസ്സിലാക്കി. ഹോട്ടൽ മുറിയിലിരുന്ന് ഒരു പ്രിന്ററും വെള്ളത്തിൽ മുക്കിവെച്ച വിമാനത്തിന്റെ ലോഗോയും ഉപയോഗിച്ച് അയാൾ കുറ്റമറ്റ വ്യാജരേഖകൾ നിർമ്മിച്ചു. തന്റെ സംസാരചാതുരി കൊണ്ട് ബാങ്ക് ജീവനക്കാരെ വശീകരിച്ച് സുരക്ഷാ പരിശോധനകൾ അയാൾ മറികടന്നു. ഒടുവിൽ ഒരു ബാങ്ക് മാനേജർ വഴി ലോകത്തെ മാറ്റിമറിക്കുന്ന മറ്റൊരു രഹസ്യം കൂടി അയാൾ അറിഞ്ഞു. പൈലറ്റുമാർക്ക് എയർപോർട്ട് കൗണ്ടറുകളിൽ നിന്ന് ചെക്കുകൾ മാറാൻ കഴിയുമെന്നും ലോകത്തെവിടെയും സൗജന്യമായി വിമാനയാത്ര ചെയ്യാമെന്നും. ഉടൻ തന്നെ ഒരു ക്യാപ്റ്റനായി വിമാനത്തിൽ കയറിയ ലിജി കോക്പിറ്റിലെ ആഡംബരവും എയർ ഹോസ്റ്റസുമാരുടെ സൗഹൃദവും ആസ്വദിച്ചു. 3 മാസത്തിനുള്ളിൽ 26 രാജ്യങ്ങൾ സന്ദർശിച്ച അയാൾ ലോകത്തെ പ്രമുഖ ബാങ്കുകളിൽ നിന്നായി 13 ലക്ഷത്തിലധികം യുവാൻ തട്ടിയെടുത്തു. എന്നാൽ ഈ വൻ തട്ടിപ്പ് ഒടുവിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ തട്ടിപ്പുകാരനായുള്ള വലിയ തിരച്ചിലിന് തുടക്കമായി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.